ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഇസ്രായേലിനെ ബൈബിളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തിയോട് ഉപമിച്ചിരിക്കുന്നു. ഹോശേയ 9:10 വായിക്കൂ. പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്ത വാക്യം ഒന്ന് കേൾക്കൂ. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടിരുന്നു. അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടിരുന്നു. ഇസ്രായേലിനെ, അതായത് യഹൂദ ജനതയെ അത്തിയായി ദൈവം കണ്ടിരുന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം തന്നെ. എന്തുകൊണ്ടാണ് ഇതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. മ്ലേച്ഛ വിഗ്രഹങ്ങളുടെ മധ്യേ വസിച്ചിരുന്ന ഒരു ജനതയുടെ മധ്യത്തിൽ നിന്ന് ദൈവം അബ്രാഹാമിനെ വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് അനുസരണയോടെ വിശ്വസ്തയോടെ ഇറങ്ങി തിരിച്ചവനാണ് അബ്രാഹാം. അന്ന് ദൈവം ഒരു വാഗ്ദാനം നൽകിയിരുന്നു. കേൾക്കൂ. ഉൽപ്പത്തി 12:2-3. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. പിന്നീടുള്ള ഭാഗങ്ങളിൽ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാഹാം പുറപ്പെട്ടു എന്ന് പറയുന്നു. ദൈവം മറ്റു വല്ലവരെയും വിളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ബൈബിൾ പറയുന്നുമില്ല. ദൈവത്തെ അനുസരിച്ച് അബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നീതിസൂര്യനായ ദൈവം ഇന്നും അത് തുടരുന്നു. ആ ജനതയിൽ നിന്ന് യേശു വന്നു. യേശു വഴി ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും ദൈവം രക്ഷ നൽകിയിരിക്കുന്നു. യേശു നമുക്കറിയാവുന്നതുപോലെ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ. കാലഘട്ടത്തെ തന്നെ പകുത്ത് ഭൂമിയിൽ ജീവിച്ച് കുരിശിൽ യാഗമായി നമുക്ക് രക്ഷ നൽകി പുനരുത്ഥാനവും ചെയ്തു. യേശു ഇവിടം വിട്ടു പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഞാൻ വീണ്ടും വരുമെന്ന്. അത് എന്നെന്ന് ചോദിച്ച ശിഷ്യന്മാരോട് യേശു പറയുന്ന 2 കാര്യങ്ങൾ കേൾക്കൂ. മത്തായി 24:32-35 വരെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇത് ഒക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ പ്രവേശന കവാടത്തിൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇവയൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ഇവിടെ യേശു അത്തിയെ ഒരു ഉപമയായിട്ടാണ് പറയുന്നത്. ഹോശേയ 9:10 പ്രകാരം അത്തി ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നു. അത്തിയാകുന്ന ഇസ്രായേൽ ചിന്നിച്ചിതറിയിട്ട് ഒരു രാഷ്ട്രം പോലും ഇല്ലാതിരുന്ന അവർക്ക് 1948 ഒരു രാഷ്ട്രമുണ്ടായി. തളിർക്കാൻ തുടങ്ങി. ഇന്ന് വളരെ ചെറിയ ഒരു കൂട്ടം രാഷ്ട്രമായി ഇസ്രായേൽക്കാർ അവിടെയുണ്ട്. ലോകത്തെ കിടുകിട അവർ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒഴിഞ്ഞു പോകാത്ത തലമുറയുടെ ആയുസ് എത്രയാണ്? മോശ എഴുതിയ 90-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നത് കേൾക്കൂ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. ഇതെഴുതിയ മോശ മരിച്ചത് 120-ാം വയസ്സിലാണ്. പക്ഷേ മോശ അന്ന് എഴുതിയത് ഒരു ശരാശരി ആയുസ്സായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ തലമുറയുടെ ആയുസ്സായ 80 വർഷത്തിന് 1948 നിന്നും എത്ര ബാക്കിയുണ്ടെന്ന് ഒന്ന് കണക്കാക്കൂ. ദിവസവും മണിക്കൂറും മാത്രമേ അറിയാത്തതുള്ളൂ. കാലത്തെ ഗണിക്കാൻ മനുഷ്യന് അറിയേണ്ടതാകുന്നു. അങ്ങനെ കാലത്തെ ഗണിച്ച വിദ്വാൻമാർ കണക്ക് കൂട്ടി ശിശുവായി പിറന്ന ഇസ്രായേൽക്കാരുടെ രാജാവിനെ കാണാൻ വന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. എഫേസ്യർ 5:16-17 പറയുന്നത് പോലെ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതേ സഹോദരങ്ങളെ, ബുദ്ധിഹീനരാകാതെ യേശുവിനെ കാണാൻ കണക്കുകൂട്ടി വന്ന ആ വിദ്വാൻമാരെ പോലെ യേശു പറഞ്ഞ മാറ്റമില്ലാത്ത സത്യമായ ആ വചനങ്ങൾ അനുസരിച്ച് അത്തിയാകുന്ന ഇസ്രായേൽ എന്ന ലോക ഘടികാരത്തെ നോക്കി
കാലം കണക്കുകൂട്ടി യേശുവിനായി ഒരുങ്ങി നമുക്ക് കാത്തിരിക്കാം. കാലം തെറ്റില്ല. ദിവസവും നാഴികയും പിതാവിന് മാത്രമേ അറിയൂ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതെ, നമ്മുടെ മണവാളൻ വരാറായി. നമുക്ക് ഹൃദയം ശുദ്ധമാക്കി കൽപ്പനകൾ അനുസരിച്ച് ആ മണവാളനെ എതിരേൽക്കാൻ തയ്യാറാക്കാം. ലോകഘടികാരം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.